അല്ല, അതിനകത്ത് എന്താ സംഭവം എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പറയാനിടയായ സാഹചര്യം എന്താ? ഇപ്പം ആദ്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതല്ലെങ്കിൽ പ്രചരണം 44 കിലോ സ്വർണം കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിൻ്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിൽ പ്ലേറ്റ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പക്ഷേ അത് മാത്രമായിട്ട് വേർതിരിച്ചിട്ടാണ് അത് പറഞ്ഞിട്ട് എന്നെ ആക്രമിച്ചത്. യഥാർത്ഥത്തിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണല്ലോ, അല്ലാതെ ഈ പറയുന്ന പോലെ കിലോ കണക്കിന് സ്വർണ്ണമൊന്നും അതിലില്ല. അതെന്താ സംഭവിച്ചതെന്നുള്ളതും ഇത് കൊടുത്തയച്ചതും അതല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡും പ്രകാരം ചെമ്പ് പാളി എന്നാണ് എഴുതിയിട്ടുള്ളത്. കാരണം ചെമ്പ് പാളി ആയതുകൊണ്ടാണ്. അത് പ്ലേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞിട്ട് അത് ഉദ്യോഗസ്ഥന്മാർ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗം ഞാൻ ആദ്യം പറയുമ്പോൾ ഈ 44 കിലോ സ്വർണം എന്നുള്ള വാദഗതി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയപ്പോഴാണ് അത് 44 കിലോ സ്വർണമല്ല ചെമ്പ് പാളിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊട്ടാരത്തിൽ നിന്നുള്ളവർ തൊഴുതിട്ട് തിരിച്ചു വരുമ്പോൾ കാല് തട്ടി ഈ ഇവിടുന്ന് ഒരു തരി പോലും എടുത്തിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തിയാണ് ഇറങ്ങിപ്പോകാറുള്ളതെന്ന് പറയുന്ന പോലെ ഇക്കാര്യത്തിൽ ശബരിമല ധർമ്മശാസ്താവിൻ്റെ 1 ഗ്രാം സ്വർണം പോലും പോകാൻ ഞാൻ അറിഞ്ഞ് സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കത്തുമില്ല. ആവാം, എനിക്ക് അത് കാരണം എന്താണെന്നറിയാം, അതെന്താന്ന് നോക്കണം, റെക്കോർഡും കാര്യങ്ങളും നോക്കണം, അവിടുത്തെ മഹസറിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കണം, മഹസർ ഉണ്ടാവണം. ഇക്കാര്യത്തിലൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതിപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഒറ്റപ്പെട്ട് വന്നിട്ട് പറയുകയാണ്. ഇപ്പോൾ ഓരോരുത്തരും നിങ്ങൾ മാധ്യമങ്ങൾ ഓരോരുത്തരെ കണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയും. ഇപ്പോൾ തന്നെ എന്താ നമ്മുടെ കൊടിമരത്തിൻ്റെ മേലെയുള്ള വാജി വാഹനം, അത് കഴിഞ്ഞപ്പോൾ ആരാണ്ടര ഒരു ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് എവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിന് മറുപടി ഞങ്ങൾക്ക് പറയാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ. അവിടെ നടന്നിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട്, ശബരിമല മാത്രമല്ല ഇനിയിപ്പോൾ മറ്റു പലയിടത്തെ കാര്യങ്ങൾ വരും, ആ ശബരിമലയിലെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് പരിപൂർണമായി സത്യസന്ധമായി ആരാണ് കുറ്റവാളി എന്നുള്ളത് തെളിയട്ടെ. എന്തുമാത്രം നഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയട്ടെ. അത് തെളിയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.